ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യം. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. വെളിച്ചമായ ഈശോയെക്കുറിച്ച് വചനം പറയുന്ന മനോഹരമായ വാക്കുകൾ. സ്നേഹമുള്ളവരെ, ഈ വെളിച്ചം എവിടെയുണ്ട്? ജീവനായിട്ട് എൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവം നിക്ഷേപിക്കുന്നതും ഇതേ വെളിച്ചമാണ്. ഈ വെളിച്ചത്തിനെ നശിപ്പിക്കാനായിട്ട് ഒരിക്കലും ഇരുളിന് സാധിക്കുകയില്ല എന്ന് വചനത്തിലൂടെ എൻ്റെ ദൈവം എനിക്ക് മുന്നറിയിപ്പ് നൽകിയ. നിൻ്റെ ഉള്ളിൽ വെളിച്ചമുണ്ട്. ജീവനായ മിശിഹ നമ്മുടെയൊക്കെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ മിശിഹായെ, ഈ വെളിച്ചമാകുന്ന മിശിഹായെ നശിപ്പിക്കാനായിട്ട് ഒരു ശക്തിക്കും കഴിയത്തില്ല. പക്ഷേ നമുക്ക് എന്താ പറ്റുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഉള്ളിലുള്ള ഈ വെളിച്ചത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കാതെ പോകും. നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയം എന്ന് പറയുന്നത് അതാ. എൻ്റെ ഉള്ളിൽ വെളിച്ചമില്ല എന്നതല്ല, മറിച്ച് വെളിച്ചമായ മിശിഹായെ തിരിച്ചറിയാനായിട്ടോ അതിനെ പ്രകാശിപ്പിക്കുവാനായിട്ടോ ഞാൻ തയ്യാറാവുന്നില്ല. ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ പരാജയം എന്ന് പറയുന്നത്. എൻ്റെ ഉള്ളിലുള്ള വെളിച്ചം കെട്ടുപോയതല്ല, അതെൻ്റെ ഉള്ളിലുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് സാധിക്കണം. ദൈവം എൻ്റെ ഉള്ളിലുണ്ട്, അവൻ വെളിച്ചമായിട്ട് എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവൻ ആ വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൽ നടക്കാനായിട്ട് തയ്യാറാവും. ഉള്ളിലുള്ള വെളിച്ചം കാണാതെ അന്ധകാരത്തിൽ നടക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. എന്തുകൊണ്ടാണ്? നമുക്കത് മനസ്സിലാകുന്നില്ല. എൻ്റെ ഉള്ളിൽ ജീവനായിട്ട് എൻ്റെ ദൈവമുണ്ട്. കാരണം എൻ്റെ ദൈവമാണ് എനിക്ക് ഈ ജീവൻ നൽകിയത്. അവൻ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും വിശുദ്ധിയിൽ സന്തോഷത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും. ഈ ഒരു ബോധ്യം ഉറപ്പിക്കുന്നവനാ നന്മയിൽ ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും ഈ ബോധ്യമില്ലാതെ ഈ ലോകത്തിൻ്റെ വഴിയെ എല്ലാ സുഖസൗകര്യങ്ങളും ജീവിച്ച് ഉള്ളിൽ വെളിച്ചം വെച്ചുകൊണ്ടും അന്ധകാരത്തിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുക വലിയൊരു പരാജയമാണ്. എവിടെ പോയാലും ജീവിതത്തിൽ പരാജയം മാത്രമേ ലഭിക്കത്തുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം. ഉള്ളിലുള്ള വെളിച്ചത്തെ പ്രകാശിപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ ഉള്ളിൽ ഈശോയുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ഈ വിശ്വാസം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതം നന്മയിൽ വിശുദ്ധിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് വെളിച്ചമായ മിശിഹായെ ഉള്ളിലുണ്ട് എന്ന് നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം. ആ വെളിച്ചം കൂടുതൽ പ്രകാശിപ്പിക്കുവാനായിട്ട്, ആ വെളിച്ചത്തിൻ്റെ പ്രകാശത്താൽ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ നന്മയുടെ പാതയിൽ നടക്കുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധമായ ജീവിതം നയിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.